ഹലോ. ഞാനില്ലേ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് പായസം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. പക്ഷെങ്കിൽ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ഇങ്ങനെ മാത്രമേ പായസം ഉണ്ടാക്കാറുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ പായസത്തിന്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ചെറു തീയിലാന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നന്നായി മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. അടി കട്ടിയില്ലാത്ത പാത്രം എടുക്കുമ്പോൾ പഞ്ചസാര വേഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടി കട്ടിയുള്ള പാത്രം തന്നെ എടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. കരിഞ്ഞു പോയാൽ ആകെ പായസത്തിന്റെ കളർ മാറിപ്പോവും, ടേസ്റ്റും എല്ലാം മാറിപ്പോവും. നന്നായി ഒന്ന് കാരമലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് പാല് ചേർത്ത് കൊടുക്കണം. അതിന് ആദ്യം 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കുന്നില്ല. ആദ്യം 1/2 ലിറ്റർ പാൽ ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ ഈ കാരമലൈസ് ചെയ്ത പഞ്ചസാര ക്രിസ്റ്റൽ പോലെ ആവും. അത് ഈ പാല് തിളച്ച് വരുമ്പം തന്നെ അത് അലിഞ്ഞോളും. അപ്പോൾ ആദ്യത്തെ പാല് 1/2 ലിറ്റർ തിളച്ച് വരുമ്പോൾ രണ്ടാമത്തെ 1/2 ലിറ്റർ പാലും കൂടി, ആകെ ഇതിൻ്റെ അകത്ത് 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്. 1/2 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആകെ 1 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോഴേക്കും പഞ്ചസാരയെല്ലാം അലിഞ്ഞിട്ട് നമ്മൾ കാരമലൈസ് ചെയ്തതെല്ലാം അലിഞ്ഞ് ഇതിൻ്റെ അകത്ത് കളറെല്ലാം മാറി വന്നോളും. അപ്പം അതിൻ്റെ അകത്തേക്ക് ഇനി പാലടേൻ്റെ മിക്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ പാലട വാങ്ങിയിട്ട് വേവിച്ചിട്ട് ചേർത്ത് കൊടുത്താലും ഇതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഞാനിപ്പോൾ പാലടേൻ്റെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് നന്നായി വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക. നന്നായി കുറുകി വരുമ്പോൾ അതിനകത്തേക്ക് ഒറ്റയൊരു ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മാത്രമേ ഇട്ട് കൊടുക്കുന്നില്ല, ഒറ്റയൊരു ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക. ഗ്രാമ്പൂ കൂടുതലായാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഗ്രാമ്പൂ കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം പഞ്ചസാര ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ലേ. പാലടേൻ്റെ മിക്സിൽ തന്നെ പഞ്ചസാര ഉള്ളതുകൊണ്ടും ആദ്യം പഞ്ചസാര മെൽറ്റ് ചെയ്തതുകൊണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയിൽ ഓൾറെഡി ഉണ്ടാവും, നെയ്യ് മാത്രം വേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി നെയ്യിൽ വാട്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.